പൊതുവെ ആൾക്കാർക്കൊക്കെ ഡോക്ടർമാരെ കാണുന്നത് വളരെ വൈമുഖ്യമാണ്. എത്രത്തോളം തള്ളി നീക്കാമോ അത്രത്തോളം തള്ളി നീക്കാണ് പൊതുവേ പ്രവണത കാണുന്നത്. അപ്പോൾ നിങ്ങൾ കാണിച്ചിട്ട് ഇത്രയും വർഷമായല്ലോ എന്ന് പറയുമ്പോൾ അത് ഡോക്ടറെ എനിക്ക് കണ്ണിന് പ്രശ്നമൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ വരാത്തതെന്ന് പലപ്പോഴും പറയും. പക്ഷേ അതിനകത്തുള്ള ബുദ്ധിമുട്ട് നമ്മൾ ചില അസുഖങ്ങൾ നമ്മൾ ആരംഭത്തിലേ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് കാഴ്ച നല്ല രീതിയിൽ ജീവിതകാലം മുഴുവൻ നിലനിർത്താൻ സാധിക്കും. പക്ഷേ ചില അസുഖങ്ങൾ ഉദാഹരണത്തിന് കണ്ണിൻ്റെ അമിതമർദ്ദമായ ഗ്ലോക്കോമ, കണ്ണിൽ പ്രഷർ കൂടിയിട്ട് ഉണ്ടാകുന്ന മങ്ങൽ നമുക്ക് നഷ്ടപ്പെടുന്ന കാഴ്ച തിരിച്ചു കിട്ടില്ല എന്ന് മാത്രമല്ല ഉള്ള കാഴ്ച വളരെ പെട്ടെന്ന് മങ്ങിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഡയബറ്റിക് രോഗികൾ വന്ന ഡയബറ്റിക് റെറ്റിനോപ്പതി, അതിൻ്റെ ആരംഭത്തിൽ വരുന്ന കണ്ണിൻ്റെ റെറ്റിനയിൽ അതായത് കണ്ട നാടുകൾക്ക് ചെറിയൊരു കുത്തായിട്ടുള്ള മൈക്രോ അന്യൂറിസം മാത്രമായിരിക്കും. അപ്പോൾ ആ ഒരു സ്റ്റേജിൽ നമ്മൾ ഷുഗർ മാത്രം കൺട്രോൾ ആക്കി കഴിഞ്ഞാൽ നമുക്ക് വേറെ ഒരു ട്രീറ്റ്മെൻറ്റും വേണ്ടി വരുന്നില്ല. പക്ഷേ അതും കഴിഞ്ഞ് കണ്ടാത്തൊരു കൊഴുപ്പ് ഇറങ്ങി കൊഴുപ്പ് ഡയബറ്റിക് മാക്യുലർ എഡീമയായി അല്ലെങ്കിൽ ക്ലിനിക്കലി സിഗ്നിഫിക്കൻ്റ് ആയി കഴിഞ്ഞാൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കണ്ണിൻ്റെ അകത്തോട്ടുള്ള ലേസറോ കണ്ടകത്തുള്ള ഇഞ്ചക്ഷനോ ഒക്കെ ആണ്. ആ ഒരു സ്റ്റേജിലും പിന്നെ ഡോക്ടറെ കാണിക്കാതിരുന്ന് കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ പെട്ടെന്ന് കണ്ണിൻ്റെ അകത്തോട്ട് രക്തസ്രാവം വന്നിട്ടായിരിക്കും പെട്ടെന്ന് കാഴ്ച മങ്ങിയിട്ടായിരിക്കും ഡോക്ടറെ കാണുന്നത്. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ തിരിച്ച കാഴ്ച വീണ്ടെടുക്കുന്നതോ ഉള്ള കാഴ്ച നിലനിർത്തുന്നതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഡോക്ടർമാരെന്ന് പറയുന്നത് സമൂഹത്തെ സേവിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു വിഭാഗം ആൾക്കാരാണ്. ഞങ്ങളുടെ പ്രധാന ജോലി ചികിത്സിക്കുക മാത്രമല്ല, അസുഖങ്ങൾ വരുന്നത് തടയുക കൂടിയാണ്. കാര്യം ഒരാളുടെ കാഴ്ച നഷ്ടപ്പെട്ടിട്ട് പിന്നെ അത് വീണ്ടെടുക്കുന്നതിനേക്കാളും എത്രയോ എളുപ്പമാണ് ആരംഭത്തിലേ കണ്ടുപിടിച്ച് തക്കതായിട്ടുള്ള ചികിത്സ ആ സമയത്ത് ചെയ്ത് നമുക്ക് ആ ജീവിതകാലം മുഴുവൻ ഒരു കാഴ്ച അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ജീവിതം തന്നെ നമുക്ക് നിലനിർത്താൻ ഒക്കുന്ന ഒരു സാഹചര്യം കിട്ടുന്നത്. അപ്പോൾ എപ്പോഴാണ് ഒരു നേത്ര വിദഗ്ധനെ കാണേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 40 വയസ്സിൽ വെള്ളെഴുത്തിൻ്റെ പ്രായത്തിൽ നമ്മളൊരു വെള്ളെഴുത്ത് തുടങ്ങുന്ന വായിക്കാൻ കണ്ണടകൾ വേണ്ടി വരുന്ന സമയത്ത് അകത്തിൽ പിടിച്ചാൽ മാത്രമേ വായിക്കാൻ ഒക്കൂ എന്ന് വരുന്നൊരു സമയത്ത് നമ്മൾ നേത്ര വിദഗ്ധനെ കാണിച്ച് കണ്ട നാഡികൾ പരിശോധിക്കുക, കണ്ട പ്രഷർ നോക്കുക, എല്ലാം നോർമലാന്ന് ഉറപ്പാക്കി കഴിഞ്ഞാൽ പിന്നെ 3 വർഷത്തിലൊരിക്കൽ കാണിച്ചാൽ മതിയാകും. 60 വയസ്സ് കഴിഞ്ഞാൽ വർഷാവർഷം ഒരു നേത്രരോഗ വിദഗ്ധനെ കാണിക്കണം. ഡയബറ്റിക് ആണെങ്കിൽ നിർബന്ധമായി ഒരു നേത്ര വിദഗ്ധനെ കാണിക്കാം. നമ്മളൊക്കെ വളരെ വികാരഭരിതമായി പറയാറുണ്ട്, സർവേന്ദ്രിയാനാം നയനം പ്രധാനം. എല്ലാ ഇന്ദ്രിയങ്ങളിലും ഏറ്റവും പ്രധാനം കണ്ണുകൾ തന്നെയാണ്. കാഴ്ചയില്ലെങ്കിൽ ജീവിച്ചിരുന്നിട്ട് പോലും കാര്യമില്ല എന്നൊക്കെ വളരെ വളരെ ഇമോഷണലായിട്ട് ആൾക്കാർ വന്ന് പറയുമെങ്കിലും വർഷത്തിൽ ഒരു അര ദിവസം സ്വന്തം കാഴ്ച നിലനിർത്താൻ വേണ്ടി മാറ്റി വെക്കാൻ പലർക്കും വൈമുഖ്യമാണ്. പലപ്പോഴും ഈ പറഞ്ഞ പ്രവൃത്തിയിലില്ല, ഡയലോഗിൽ മാത്രമേ ഉള്ളൂ. ഏറ്റവും പ്രധാനം കണ്ണാണ്, കണ്ടില്ലെങ്കിൽ എനിക്ക് ജീവിക്കേണ്ട ഇങ്ങനെയൊക്കെ പറയുമെങ്കിലും ഒരു ദിവസം 1 മണിക്കൂർ ഡോക്ടറെ കാണാൻ ചിലവഴിക്കാൻ പലപ്പോഴും പലർക്കും വൈമുഖ്യമാണ്. ഇപ്പോൾ പണ്ടത്തെ അപേക്ഷിച്ച് ചികിത്സാ പരിശോധനകളൊക്കെ വളരെ ലളിതമാണ്. എല്ലാവർക്കും കണ്ണിൽ തുള്ളിമരുന്നൊഴിച്ച് പരിശോധിക്കണമെന്ന് നിർബന്ധമില്ല. പുതിയ ഉപകരണങ്ങൾ കണ്ട ഞരമ്പിൻ്റെ ഫോട്ടോ, റെറ്റിനയുടെ ഫോട്ടോ കിടക്കുന്ന ഉപകരണങ്ങളുണ്ട്. കണ്ട റെറ്റിന സ്കാൻ ചെയ്യുന്ന OCT പോലത്തുള്ള മെഷീനുകളുണ്ട്. പല ന്യൂജൻ മെഷീനുകൾക്കും കണ്ണിൽ ഡയലേറ്റ് ചെയ്യാതെ തന്നെ അത്യാവശ്യം നല്ലൊരു ഇമേജ് കിട്ടുമെന്നുള്ളത് കൊണ്ട് പഴയതുപോലെ ഒരു ദിവസം മുഴുവൻ പോയെന്നോ അല്ലെങ്കിൽ ഒരു ദിവസം അടുത്ത ദിവസം കൂടെ കാണാനില്ല എന്നുള്ള പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. നമ്മൾ ആദ്യം ഒരു ഡോക്ടറെ കാണിക്കുക, അദ്ദേഹം നോക്കിയിട്ട് പ്രിലിമിനറി ടെസ്റ്റിലൊക്കെ നോർമൽ ആണെങ്കിൽ ചിലപ്പോൾ വേറെ ഒരു ടെസ്റ്റും വേണ്ടി വരത്തില്ല. പിന്നെ 1-2 വർഷം കഴിഞ്ഞ് ഡോക്ടറെ കാണിച്ചാൽ മതി. അപ്പോൾ ഡോക്ടർമാർ നിങ്ങളെ സഹായിക്കാനിരിക്കുന്ന വ്യക്തികളാണ്. ഞങ്ങളുടെ ആഗ്രഹം പേഷ്യൻസിന് ഒക്കുന്നത്രയും നേരത്തെ കാര്യങ്ങൾ കണ്ടുപിടിക്കുകയും ഒരുപാട് സങ്കീർണമായിട്ടുള്ള ഓപ്പറേഷനുകളും പ്രൊസീജറും ചെയ്യാതെ ലളിതമായി തീർക്കാൻ ഒക്കുന്ന കാര്യങ്ങൾ ആരംഭത്തിലേ കണ്ടുപിടിച്ച് ലളിതമായി ചികിത്സിക്കാൻ തന്നെയാണ് ശ്രമിക്കുന്നത്. അപ്പോൾ പലപ്പോഴും പല രോഗികളും ചെറിയ ഷുഗർ, ചെറിയ BP, ചെറിയൊരു ഹാർട്ട് അറ്റാക്ക്. എന്താണ് ഈ ചെറിയ ഹാർട്ട് അറ്റാക്ക് എന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. ഇതൊന്നും ചെറുതല്ല. ഹാർട്ട് അറ്റാക്കും ഷുഗറും ഡയബറ്റീസും BP എല്ലാം തന്നെ ഒരാളുടെ ജീവിതം വരെ എടുക്കാൻ കഴിവുള്ള അസുഖങ്ങൾ തന്നെയാണ്. അതിൽ ചെറുതും വലുതുമൊന്നുമില്ല. നമുക്ക് അത്യാവശ്യം കൺട്രോൾ ഉണ്ടെങ്കിൽ പോലും ചിലപ്പോൾ നമുക്ക് വീട്ടിലൊരു ചെറിയൊരു വഴക്ക് നടക്കാം. ഭാര്യയോ ഭർത്താവോ തമ്മിൽ വഴക്ക് കൂടിയതാകാം, മാതാപിതാക്കൾ തമ്മിലുള്ള വഴക്കാകാം. അതിൻ്റെ കൂടെ ഗുളികയും കൂടെ കഴിക്കാൻ മറന്നു പോകുന്ന ഈ ദേഷ്യത്തിൽ അങ്ങനെ ഇരിക്കുമ്പോൾ BP 200, 300, 250 വരെ പോകുന്നു. ആ ഒരു ആക്സിഡൻറ്റ് മതി നമുക്കൊരു പക്ഷാഘാതം വരാനോ ഹാർട്ട് അറ്റാക്ക് വരാനോ. അതുകൊണ്ട് നിസ്സാരമായിട്ട് എടുക്കാതിരിക്കുക. ചെറിയ BP എന്നോ ചെറിയ ഷുഗറെന്നോ ചെറിയ ഹാർട്ട് അറ്റാക്കെന്നോ ഒന്നുമില്ല. ഇതെല്ലാം പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒരു ബുദ്ധിമുട്ടില്ല എങ്കിലും 40 വയസ്സ് കഴിഞ്ഞാൽ 3 വർഷത്തിലൊരിക്കലും, 60 വയസ്സ് കഴിഞ്ഞാൽ വർഷാവർഷവും ഒരു നേത്ര വിദഗ്ധനെ കാണിച്ച് കണ്ട റെറ്റിന നോക്കുക, കാഴ്ച നോക്കുക, കണ്ട പ്രഷർ അളന്ന് നോക്കുക. നല്ലൊരു കാഴ്ച എല്ലാവർക്കും ഉണ്ടാക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി
ഈ സന്ദേശം ഞാനിവിടെ നിർത്തുന്നു.